ചോദിച്ചു പോവാം. രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ് മാന്ത്രിക ചെപ്പിലൂടെ. വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാമിംഗ് സ്പൈഡർനെറ്റ് ചാനൽ. ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്? ബാഡ് ബ്ലഡ്, ബ്ലൂ ബ്ലഡ്. ഇത് 10 പ്രാവശ്യം തെറ്റാതെ സ്പീഡിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം. ക്രിക്കറ്റ് ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ്? ശേഷം ഭാഗം സ്ക്രീനിൽ. സൂപ്പർ ഹിറ്റ് മാന്ത്രിക ചെപ്പ് എല്ലാ ശനിയാഴ്ച രാത്രി 7:30, ഞായറാഴ്ച രാവിലെ 11 മണിക്കും, ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കും, വ്യാഴാഴ്ച രാത്രി 9:30 നിങ്ങളുടെ പ്രിയപ്പെട്ട സ്പൈഡർനെറ്റ് ചാനലിൽ. ചോദിച്ചു പോവാം. രസകരമായ മാന്ത്രിക ചെപ്പിന്റെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബാലുശ്ശേരി ടൗണിലാണ്. ആരൊക്കെ ചെപ്പിലടങ്ങിയ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുന്ന നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. അപ്പം ബാലുശ്ശേരി നമുക്ക് രണ്ട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. പേര് പറയും. എൻ്റെ ഒരു ഫെമീഷ്. ഫെമീഷ് ഇൻഡസ്ട്രിയിലോർക്കാം. താമസിച്ചാർന്നൊരു ഷാലു. എന്ത് ചെയ്യുന്നു ഷാലു? ഡ്രൈവറാ. ഓണൊക്കെ എവിടെ? ഓണം തകർത്തോണ്ടിരിക്കുകയാണ്. മാവേലിക്ക് അടുത്തെത്തി? അവർ വന്നോണ്ടിരിക്കുന്നു. യെസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ? വേറെ എന്താ ഹോബീസ്? കറങ്ങി നടക്കുന്നു. ഓക്കെ. അപ്പം മാന്ത്രിക ചെപ്പിൽ ഈ ചെപ്പിനടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ഒരു വിഷയം എടുക്കുക, എന്നിട്ട് ആ വിഷയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം. എടുത്തോളൂ. ലഭിച്ചിരിക്കുന്ന വിഷയം കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യത്തിൽ നിങ്ങളോടുള്ള ചോദ്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം ഇതാണ്. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം. ഒരക്ഷരം പോയാൽ ഭക്ഷണ പദാർത്ഥം. സോറി, അറിയില്ല. ഓക്കെ. പാട്ട് പാടില്ലേ? ഒരു ഗംഭീര പാട്ട് പാടിത്തരും. യെസ്. ഏതാ പാടുന്നുള്ളതാ? ഏതെങ്കിലും ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ എന്താ ഇഷ്ടം? ഇപ്പം നമ്മൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാട്ട് മനസ്സിലിങ്ങനെ മൂളിപ്പാട്ട് എപ്പോഴും വരുന്നൊരു പാട്ടുണ്ടാവുമല്ലോ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ലൊരു സുഹൃത്ത് വലയത്തിന് നമ്മൾ കണ്ടു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഓക്കെ, ഹാപ്പി. ചോദിച്ചു പോവാം. നല്ലൊരു ടീം ബെൽറ്റിന് രണ്ടാമത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സുയനാസ് ജ്വല്ലറി, അതേപോലെ തന്നെ പാർത്ഥസാരഥി ജ്വല്ലറി വർക്കേഴ്സിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താണ് പേര്? ശ്രീനിവാസ്. ശ്രീനിവാസ് ചേട്ടൻ എവിടെ താമസം? ബാലുശ്ശേരി എരമംഗലം. അല്ലേ? സുഖാണോ? സുഖാണ്. ഓണൊക്കെ എവിടെ? ഓണം ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ വളരെ സന്തോഷമായിരുന്നു. ബാബുരാജ്. ബാബുവേട്ടന് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതെ. സിനിമകൾ കാണുന്ന സമയത്ത് സീരിയസ് സിനിമകൾ കാണാനാണോ അതോ കോമഡി ചിത്രങ്ങൾ കാണാനാണോ ഇഷ്ടം? ഏത് കോമഡി താരത്തിനെയാണ് കൂടുതൽ? ശ്രീനിവാസ്. ജഗതി. എന്തൊക്കെയാണ് റിനീഷ് ചേട്ടാ വിശേഷം? നല്ല വിശേഷം. ഓണൊക്കെ എവിടെ എത്തി? ഓണൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഓരോ പരിപാടിയിലാണ്. പായസ വിതരണം ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ പായസം കൊടുത്തിരുന്നു ഇവിടെ. അതിൻ്റെ ഓരോ പരിപാടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പായസം നഷ്ടപ്പെട്ടു പോയി. അപ്പം നല്ലൊരു ടീമിന് നമുക്ക് കിട്ടി. ഇനി ഈ ചെപ്പിലെ വിഷയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവർ കിട്ടിയിരിക്കുന്നത്. പൊതുവിജ്ഞാനം, ജനറൽ നോളജ്. പൊതുവിജ്ഞാനത്തിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. പിൻകോഡ് അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പിൻകോഡ്, PIN, അതിൻ്റെ പൂർണ്ണ രൂപം. പിൻകോഡ് നമ്മളെ പോസ്റ്റൽ ഓഫീസിൻ്റെ ആ ഒരു പിന്നാണ് PIN, അതിൻ്റെ പൂർണ്ണ രൂപം.
സാധാരണ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എഴുത്തുകളൊക്കെ വിടുന്നത് വളരെ അപൂർവം തന്നെ. ഇൻ്റർനെറ്റുകളും പിന്നെ അതേപോലെ ഇമെയിലുകളും SMS-കളൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്തുകളൊക്കെ വളരെ ചുരുക്കമാണ്. എന്നാലും ആദ്യകാലങ്ങളിൽ പോസ്റ്റൽ, അതായത് പിൻ വെച്ചിട്ട് നമ്മൾ ചേർക്കാറുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് പിൻകോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിശദമായിട്ടുള്ള പേര് എന്താണെന്ന് ഇവർക്ക് ആർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. നമുക്കെന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ബാലുശ്ശേരിയിലെ ഒരു യൂത്ത് വിങ്ങിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പേര് പറ. അഖിൽ. എന്ത് ചെയ്യുന്നു അഖിലെ? ഞാൻ പഠിക്കാം. വൈശാഖ് പഠിക്കുകയാണ്. എന്തൊക്കെ പാട്ട് പാടും വൈശാഖ്? ഇല്ല, പാട്ട് പാടും. എന്തൊക്കെയാണ് ഹോബീസൊക്കെ? എന്തൊക്കെയാണ് ഹോബീസ്? കളിക്കും. സിബിൻ ഈ കൂട്ടത്തിൽ ഭയങ്കര കോമഡിയാണ് തോന്നുന്നു അല്ലേ? അധികമൊന്നുമില്ല, കോമഡി പറയാനാ. എന്നാലും പറയണതൊക്കെ കോമഡി ആയിരിക്കും. നമുക്ക് കോമഡി ആയിരിക്കും. സുരേഷ് ബാബു. സുരേട്ട എന്ത് ചെയ്യുന്നു? സുരേട്ടൻ ഞാൻ വയനാട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണം. ലീവാണ്. ഓണൊക്കെ എവിടെ എത്തി? ഓണം അടിപൊളിയാണ്, ഗംഭീരമാണ്. സ്വാമി ചേട്ടൻ. അപ്പം നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി വിഷയം തിരഞ്ഞെടുത്തു. ലഭിച്ചിരിക്കുന്നത് കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യത്തിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണപദാർത്ഥം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അറിയാമോ? ഇല്ല. മോര് ശരിയായിട്ടുള്ള ഉത്തരമല്ല. അറിയില്ല, ആർക്കും അറിയില്ല. അപ്പം നമുക്കിങ്ങനെ അടുത്ത ആളുകളിലേക്ക് പോവാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏഷ്യൻ ഗോൾഡ്, അതായത് ബാലുശ്ശേരിയിലെ ഏറ്റവും വലിയ സ്വർണ്ണ കടയായ ഏഷ്യൻ ഗോൾഡിന് ഒരുപാട് സ്റ്റാഫുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവരോടും ചോദിക്കാം ഈ ചെക്കിലിറങ്ങിയ വിഷയങ്ങളെക്കുറിച്ച്. ആദ്യമായി പരിചയപ്പെടാം. പേര് പറയും. എങ്ങോട്ട് എവിടെയാണ് വർക്ക് ചെയ്യണം? എത്ര കാലമായി ഏഷ്യൻ ഓണമൊക്കെ എങ്ങനെ പോകുന്നു? ഏഷ്യൻ ഗോൾഡിലാണ് ഓണം. ഓക്കെ, ഇനി വിഷയം തിരഞ്ഞെടുത്തോളൂ. പൊതുവിജ്ഞാനത്തിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: പിൻകോഡിന്റെ പൂർണ്ണ രൂപം എന്താണ്? പിൻ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം. ചോദിക്കാം. അറിയില്ല. നമ്പർ കോഡ്. ഇൻഡെക്സ് നമ്പർ കോഡ്. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ കോഡാ? ശരിയായിട്ടുള്ള ഉത്തരമാണ്. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ്. പേര് പറയും. അഷ്റഫ്. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞ അഷ്റഫ് കേക്കാണ് ലുലു വെഡിങ് മാൾ, നരിക്കുനിയുള്ള ലുലു വെഡിങ് മാൾ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഓൾ ദ ബെസ്റ്റ് അഷ്റഫ് കാ. കൺഗ്രാറ്റുലേഷൻസ്. ചോദിച്ചു പോവാം. ബാലുശ്ശേരിയിലെ ഷിജാസ് ടെക്സ്റ്റൈൽസിലാണ്. വസ്ത്ര വ്യാപാര രംഗത്തെ ബാലുശ്ശേരിയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഷിജാസിൽ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോരുത്തരോട് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ഷിജാസിൽ ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് രണ്ടുപേര് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അവരോട് പേര് ചോദിക്കാം. എന്താണ് പേര്? സത്യൻ. സത്യയുടെ എവിടെ താമസം? കാക്കൂർ രാമല്ലൂരാണ്. എന്ത് ചെയ്യുന്നു? അധ്യാപകനായി ജോലി ചെയ്യാം. മലാപ്പറമ്പ് വേദവ്യാസയിൽ. ശശിധരൻ. ശശിയേട്ടാ, ഓണൊക്കെ എവിടെ എത്തി? ഓണം സുഖമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മാവേലിയൊക്കെ എവിടെ എത്തി? മാവേലി വന്ന് പറയാം. കോഴിക്കോട്ടിൻ്റെ ആ മേഖല കടന്നെന്നാ തോന്നുന്നത്. ഓക്കെ, ജീവിതത്തിൽ സീരിയസ് ആണോ കോമഡിയാണോ? കോമഡി ഇഷ്ടം.
എന്തിനാ വെറുതെ നമ്മൾ കരയുന്നത്? പ്രശ്നമാക്കി തന്നെ ഒരു പ്രശ്നമില്ല. ഇനി നമുക്കൊരു വിഷയം തിരഞ്ഞെടുക്കാം. ലഭിച്ചിരിക്കുന്ന വിഷയം സിനിമയാണ്. സിനിമയൊക്കെ ഇഷ്ടമാണ്? സിനിമ ഇഷ്ടമാണ്. സിനിമ അവസാനം ആളുണ്ടാവില്ല. ഏറ്റവും അവസാനം കണ്ട സിനിമയാണ്? ഏറ്റവും അവസാനം കണ്ട് കദ്ദാമ. ഏറ്റവും അവസാനം കണ്ട സിനിമ മേഖല ഇഷ്ടമാണ്? ഇല്ല, സിനിമ കാണാറില്ല. കാണാറില്ല. ഇല്ല. അപ്പോൾ സിനിമയെ കുറിച്ചുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീനിവാസൻ എന്ന മഹാനടൻ ആദ്യമായിട്ട് അഭിനയിച്ച മലയാള ചലച്ചിത്രം ഏതാണ്? ചോയ്സ് രാവുറ്റോ? ക്ലൂ? നോ ക്ലൂ അറ്റ് ഓൾ. ആദ്യമായിട്ട് അഭിനയിച്ച പടാ ചോയ്സ് രാവുറ്റോ? ക്ലൂ? നോ ക്ലൂ അറ്റ് ഓൾ. ആദ്യമായിട്ട് അഭിനയിച്ച പടാ എനിക്കറിയില്ല. അറിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രീനിവാസൻ ആദ്യമായിട്ട് അഭിനയിച്ച മലയാള ചലച്ചിത്രം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ആര് ഈ ചോദ്യത്തിന് ഉത്തരം നൽകും നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. സ്പൈഡർ നെറ്റ് എന്നാണ് പേര് പറയും. പേര് രതി. എവിടെയാ വീട്? താമസമൊക്കെ എവിടെ? മുണ്ടോത്ത്. സുനിത. ഭയങ്കര തിരക്കാണ്. പ്രസിദ്ധ. എവിടെയാ താമസം? പിസിപ്പാലം. ബിൽന. എന്ത് ചെയ്യുന്നു ബില്ല? ഞാൻ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുന്നു. എവിടെയാ വർക്ക് ചെയ്യുന്നത്? PVS ഹോസ്പിറ്റൽ. ഓണം ആഘോഷമില്ലേ? കുഴപ്പമൊന്നുമില്ല. ബിന്ദു ചേച്ചി എന്നോട് ഭയങ്കര ദേഷ്യമാണ് നിൽക്കുന്നത്. എന്താ അറിയുന്നത്? ബിന്ദു ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെ സൊസൈറ്റി വർക്ക്. ഓണം ആഘോഷം ഗംഭീരമാണല്ലോ. ഇനി ഈ ചോദ്യം, ചെപ്പിലെ ചോദ്യം, അതിലെ ഉത്തരം പറയുമോ നോക്കാം. നറുക്കെടുത്തോളൂ. ചോദ്യമാണ് ലഭിച്ചിരിക്കുന്നത്. കുസൃതി ചോദ്യം. കുസൃതി ഭയങ്കര ഇഷ്ടമല്ല അല്ലേ? കുസൃതി ചോദ്യങ്ങളൊക്കെ ഇഷ്ടമല്ലേ? ചോദ്യം ഇതാണ്: ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം അറിയാമോ? ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം. എൻ്റെ പേര് പറയും. റഷീദ്. റഷീദ് ക എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ കോൺട്രാക്ട്. എവിടെയാണ് താമസം? ഈയാട്. അപ്പം ഇന്ന് ഇവിടെ പർച്ചേസിങ്ങിന് വന്നാണോ അതോ ഇവിടെ വേണ്ടി വന്നു? മകൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ. റഷീദ് ക ഉത്തരം, ചോദ്യം ഇതാണ്: ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം. ഉപ്പ്. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം ഉപ്പാണ്. ശരിയായിട്ടുള്ള ഉത്തരം അല്ല. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ മാന്ത്രിക ചെപ്പിന്റെ രസകരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അതുപോലെ എഴുതിയറിയിക്കും. വിലാസം ഇതാണ്: ടു ദ പ്രൊഡ്യൂസർ, മാന്ത്രിക ചെപ്പ്, സ്പൈഡർനെറ്റ് സാറ്റലൈറ്റ് മീഡിയ നെറ്റ്വർക്ക്, മൂട്ടോളി, കക്കോടി. അപ്പം അടുത്ത ആഴ്ച നമ്മൾ ഇതേ സമയം വീണ്ടും കാണും. അതുവരെ നിങ്ങളോട് ഇവിടെ പറയുന്നു മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ദിലീഷ് ദേവസ്വം.